നമ്മുടെ പോർഷൻ ട്രാക്കറിനകത്ത് പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. 25.1.6 പുതിയ വേർഷൻ നമ്പർ. നമ്മൾ ഏത് ഫോണിലാണോ പോർഷൻ ട്രാക്കർ ഉപയോഗിക്കുന്നത് ആ ഫോണിലേക്കാണ് പുതിയ വേർഷൻ അപ്ഡേറ്റ് ചെയ്തെടുക്കേണ്ടത്. സാധാരണ പോലെ തന്നെ നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് കയറി ആ ഭാഗത്ത് പോർഷൻ ട്രാക്കർ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരമൊരു സന്ദേശമായിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഈ ഭാഗത്ത് നിന്ന് അപ്ഡേറ്റ് എന്ന് കാണുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടാവണം നമ്മളുടെ അപ്ഡേഷനുകളൊക്കെ തന്നെ ഉറപ്പാക്കേണ്ടത്. ഇത്തരത്തിൽ 100% അപ്ഡേഷൻ പൂർത്തിയായി എന്നുള്ളൊരു സന്ദേശം കണ്ടതിന് ശേഷം സാധാരണ നിങ്ങൾ ലോഗിൻ ചെയ്ത് വച്ചിട്ടുള്ള നിങ്ങളുടെ പോർഷൻ ട്രാക്കർ ഒന്ന് ലോഗൗട്ട് ചെയ്ത് വെക്കുക. ലോഗൗട്ട് ആയതിനു ശേഷം വീണ്ടും യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത് ഓപ്പൺ ചെയ്തിട്ട് വേണം തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ പോർഷൻ ട്രാക്കറിലൂടെ ചെയ്ത് പൂർത്തിയാക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ ലോഗിൻ ചെയ്തതിന് ശേഷം 25.1.6 വന്നു എന്നുള്ളത് കൂടെ നിങ്ങൾ ഉറപ്പാക്കണം. പ്രധാനമായിട്ടും ഈ ഒരു അപ്ഡേഷനിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്, നമുക്കറിയാം പോർഷൻ ട്രാക്കർ എന്നത് ഒരു ഓൾ ഇന്ത്യ ലെവൽ ആപ്ലിക്കേഷനാണ്. കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് പല സംസ്ഥാനങ്ങളിലും പല രീതിയിലുള്ള കാര്യങ്ങൾ പോർഷൻ ട്രാക്കറിലേക്ക് ആഡ് ഓൺ ചെയ്ത് വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും ഗുജറാത്ത് സംസ്ഥാനത്തിലാണ് ഒരു പ്രധാനപ്പെട്ടൊരു മാറ്റം വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ബാധകമല്ലാത്തത് കൊണ്ട് അത് കൂടുതലായിട്ട് ഈ സെഷനിൽ വിവരിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും ഈ അപ്ഡേഷൻ ചെയ്തതുകൊണ്ട് തന്നെ നമ്മളുടെ പോർഷൻ ട്രാക്കറിനകത്തുള്ള മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്ത് പൂർത്തിയാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഇന്ന് നമ്മളെ ടീച്ചേഴ്സിന് കുറേ പേർക്ക് അംഗൻവാടി കൃത്യമായി ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇത് പ്രകാരം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നിലയാണ് എന്നുള്ളതാണ് അറിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവരെയൊക്കെ കോഴ്സ് ചെക്ക് ചെയ്യുന്ന സമയം അപ്ഡേഷനിലേക്ക് മാറിയിട്ടില്ല. അതായത് 25.1.6 എന്ന വേർഷനിലേക്ക് മാറാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് എന്നുള്ളതാണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. അത്തരത്തിലുള്ള എല്ലാ ടീച്ചേഴ്സും എല്ലാവരും നിർബന്ധമായിട്ടും പുതിയ വേർഷനായിട്ടുള്ള 25.1.6 എന്ന പുതിയ വേർഷനിലേക്ക് മാറണം. അതിൽ പുതിയ കാര്യങ്ങൾ ആഡ് ആയില്ലെങ്കിലും പോർഷൻ ട്രാക്കറിൻ്റെ പെർഫോമൻസ് കുറച്ചുകൂടി നല്ല രീതിയിൽ എളുപ്പത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യുന്നതിനൊക്കെയാണ് ഓരോ അപ്ഡേഷനുകൾ വരുമ്പോഴും നമ്മളെ സഹായിക്കുന്നത്. ആയത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ അറിഞ്ഞ ഉടനെ തന്നെ പുതിയ വേർഷനിലേക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴി അപ്ഡേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അംഗൻവാടി തുറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്കത് തുറന്ന് കിട്ടുന്നതായിരിക്കും. അതൊന്നും നിങ്ങൾ കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ ഉറപ്പാക്കിയതിന് ശേഷം പോർഷൻ ട്രാക്കറിലെ പെൻഡിങ്ങുള്ള മറ്റ് പ്രവർത്തനങ്ങൾ കൂടി പൂർത്തിയാക്കുക. താങ്ക്